നമ്മുടെയൊക്കെ മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളി ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പം മലയാളികളിൽ പൊതുവെ നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷെ ചിലർക്ക് ചില ശാഠ്യങ്ങളുണ്ട്. അവർക്ക് മാറ്റങ്ങൾ വേണ്ട. അവരാണ് ഈ ക്ലിഷേ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എല്ലാം തന്നെ നമ്മളെ ഇപ്പൊ ഈ മാറിയ കാലത്ത് ഇനി പ്രത്യേകിച്ചിട്ട് നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലമാണ്. ഈ കാലത്ത് ഇരുന്നുകൊണ്ട് പഴയ കാഴ്ചപ്പാടുകളുണ്ടല്ലേ, ഈ സാഹിത്യത്തെയും അധികാരത്തെയും ഒന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ഇനി അധികാരം എന്നുള്ളത് തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അത് അധികാരം എന്നുള്ളത് നെഗറ്റീവായ സംഗതിയല്ല. അധികാരം ഇപ്പൊ ദൈവം പോലും ഉണ്ടല്ലോ, ദൈവത്തെ നമുക്ക് നെഗറ്റീവായിട്ട് കാണാൻ പറ്റുമോ? അധികാരം എന്നുള്ളത് ഒരു സംവിധാനമാണ്. സർക്കാരുണ്ടല്ലോ നീതി നടപ്പിലാക്കാനും നമ്മുടെ സമൂഹത്തിന് നമുക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം നൽകുവാനൊക്കെ. അപ്പൊ ആ സർക്കാരിനെ തള്ളിപ്പറയുന്നതിന് പകരം തിരുത്തുക, അവരാ വഴികാട്ടുക. വായനക്കാരൻ ഒരു അധ്യാപകനാണ്, പഴയകാലത്ത് അധ്യാപക കയ്യിലൊരു ചുരുളുമായിട്ട്, എന്നിട്ട് സർക്കാരിനെ തല്ലി നേരെയാക്കണം. അല്ലാതെ സർക്കാരിനെ ഉപേക്ഷിച്ച് കളയരുത്. ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുക?